SFIയുടെ ജില്ലാ സെക്രട്ടറി PF സഞ്ജീവ് നമ്മളോടൊപ്പം തന്നെയുണ്ട്. 5 പ്രവർത്തകർക്കാണോ ഇപ്പോൾ പരിക്കേറ്റുള്ളത്? സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന 5 പേർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്, അബോധാവസ്ഥയിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതെ, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു 5 പേരെ പരിക്കേറ്റു. അതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണേണ്ടത് ഒരു വലിയ അക്രമം തന്നെ നടപ്പിലാക്കണം എന്നുള്ള സ്ഥിതിയിലാണ് അവർ വന്നിട്ടുള്ളത്. ആരൊക്കെയാണെന്നുള്ളത് ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. ഏത് നമ്മൾ ഈ ആക്രമിക്കപ്പെട്ടവരിൽ നമ്മുടെ കണ്ണൂർ പോളിയിലുള്ള ആശി എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുണ്ട്. തല പൊട്ടി ചോര ഒലിച്ചിട്ടാണ്. അതിന് പുറമെ മറ്റു വിദ്യാർത്ഥികളുമുണ്ട്. മറ്റു വിവരങ്ങളെല്ലാം ഉടനെ നൽകാം. 4 വിദ്യാർത്ഥി ജനറൽ ആശുപത്രിയിലും AKG ആശുപത്രിയിലുമായിട്ട് അവരുണ്ട്. ജനറൽ ആശുപത്രിയിൽ ഈ തലക്ക് പരിക്കേറ്റില്ല, മാരകമായ പരിക്കാണ്, രക്തമൊലിച്ചാണ് ഇവിടെ നിന്ന് പോയത്. ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ അത് ഉദ്ദേശിക്കുന്നത് KSU ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായി ഇപ്പൊ പറയുന്നത് വെച്ചാൽ KSUക്കാർ വന്നു, പക്ഷേ SFIക്കാർ അത് കൃത്യമായ രീതിയിൽ ഒരു സംഘം ചേർന്ന് ആക്രമിക്കുകയില്ല. ഒരിക്കലുമില്ല. നിങ്ങൾ ആ സമയത്ത് ഉണ്ടല്ലോ, അവിടെ KSUക്കാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, SFIക്കാർ ഈ ഭാഗത്ത് നിൽക്കുന്നു. അതിനിടയിൽ KSU പ്രവർത്തകരിൽ ഒരാൾ SFIക്കാർക്കിടയിലേക്ക് കടന്നു വന്ന് അക്രമം ഉണ്ടാവുകയും അതിനിടയിൽ നിന്നാണ് സംഭവങ്ങൾ കൈവന്നു മാറുന്നത്. അവരുദ്ദേശം അക്രമം സൃഷ്ടിക്കുക, അവർക്കിടയിൽ ഒരു വലിയ ന്യൂസ് സെൻസിംഗ് ആയിട്ട് കാര്യങ്ങളെ മാറ്റുക, സെൻസിറ്റീവായിട്ട് കാര്യങ്ങളെ മാറ്റുക. തടഞ്ഞു വെച്ചു, ഇതിനെ മൃഗീയമായി ആക്രമിച്ച് അബോധാവസ്ഥയിലാക്കിയാണ്. അങ്ങനെ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു മുഴുവൻ മാധ്യമങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരാളെ ആക്രമിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ അതിന് സാധിക്കുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. ഈ പരിക്കേറ്റ 5 പേരുടെയും പേരുകൾ കിട്ടി? തീർച്ചയായും അതിന്റെ പൂർണ്ണമായുള്ള വിവരം എനിക്കില്ല. ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള 2-3 വിദ്യാർത്ഥികളെയാണ് ഇത്. മറ്റ് വിവരങ്ങൾ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് 5 വിദ്യാർത്ഥികൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് പലരായി ആശുപത്രിയിലുണ്ട്. ഒരാളുടെ സ്ഥിതി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. തല പൊട്ടി ചോര ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ട് കാണുന്ന സ്ഥിതി ഉണ്ട്. അതും മാധ്യമങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളെ പോളിയിലുള്ള വിദ്യാർത്ഥിയാണ്, 1ാം വർഷ വിദ്യാർത്ഥികളാണ്. പോളിയിലുള്ള വിദ്യാർത്ഥി എങ്ങനെയാണ് ഇവിടെ ക്യാമ്പസ്? ഇതൊരൊറ്റ ക്യാമ്പസാണ്, ഒരൊറ്റ കോമ്പൗണ്ടാണ്. അവിടങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലയിലാണ്. വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ ക്യാമ്പസ് നോക്കി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വിദ്യാർത്ഥികളുണ്ട്.